ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1501 ദിവസമായ ഇന്ന് 2025 ജൂൺ മാസം 24 ചൊവ്വാഴ്ച, 1200 ആണ്ട് മിഥുനമാസം 10 ഗുരുവചനങ്ങളിലൂടെ ഈ മായാബദ്ധമായ ലോകത്തിൽ നാഥനും സർവജ്ഞനും സർവശക്തനും സർവേശ്വരനുമായ ദൈവം ഒന്നാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 16-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ജീവിതത്തിനാകമാനം അർത്ഥവും കെട്ടുറപ്പും നൽകുന്ന ഈ മുഖ്യത്തെ കണ്ടെത്തേണ്ടത് ഇത്തരം വാങ്മയമായ അനുഭവ ആവിഷ്കാരങ്ങൾക്കുള്ളിൽ കൂടി കടന്നുപോകുന്നതായ ഒരു സുവർണ തന്തുവായിട്ടാണ്. ഉദാഹരണത്തിന്, ഇത്തരമൊരു പരമമായ കൃപയോടുകൂടിയവനായിട്ടാണ് ഗീതയിലെ കൃഷ്ണ ഭഗവാനെ കാണുന്നത്. സത്യത്തോടും ധർമ്മത്തോടുമുള്ള അങ്ങേയറ്റത്തെ താൽപ്പര്യമാണ് ധർമ്മക്ഷേത്രത്തിൽ യുദ്ധത്തിന് നിൽക്കുന്ന ശിഷ്യനായ അർജുനൻ്റെ തേരാളിയായിരിക്കുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത്. അതേസമയം ജ്ഞാനത്തിൻ്റെ പാരമ്യത നിറഞ്ഞു നിൽക്കുന്ന വചനം ആ തിരുനാവിൽ നിന്നും ഉതിരുകയും ചെയ്യുന്നു. ഇതേ കാരുണ്യം തന്നെ ബുദ്ധ ഭഗവാനിലും പ്രകടമായി കാണാം. ജന്തുക്കളെയും ചെറുപ്രാണികളെയും പോലും ഹിംസിക്കുന്നതിനെതിരെ അദ്ദേഹം ലോകത്തോട് വാദിക്കുകയും പകുതിയോളം ലോകത്തെ തൻ്റെ വഴിക്ക് തിരിക്കുകയും ചെയ്തു. ഇതേ അഹേതുകതയോടുകൂടി തന്നെയാണ് ശങ്കരാചാര്യരും ഒരു ജഗത് ഗുരുവിൻ്റെ സ്വധർമ്മം നിർവഹിച്ചത്. അതിഗുഹ്യമായ അദ്വൈത രഹസ്യം അദ്ദേഹം ഏവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ചരിത്രത്തിൻ്റെ മറ്റൊരു നാൾക്കവലയിൽ ക്രിസ്തുദേവൻ പ്രത്യക്ഷപ്പെടുന്നു. ഒരേ സമയം മനുഷ്യപുത്രനും ദൈവപുത്രനുമായ അവിടുന്ന് അന്നന്നത്തേക്കുള്ള അപ്പത്തെയും ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനസ്നാനം നൽകി. വീണ്ടും വരുന്നു അല്ലാഹു തന്നെ തിരഞ്ഞെടുത്ത അന്ത്യപ്രവാചകനായ നബി തിരുമേനി. അല്ലാഹുവിൻ്റേതായ ഇതേ കാരുണ്യത്തെയും ഔദാര്യത്തെയും വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മനുഷ്യരുടെ ഇടയിൽ സമത്വവും നീതിയും കൈവരുത്തി. ഉത്തമനായ നബിയായിരുന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന മനുഷ്യരിലും വിധവയിലും അനാഥ ശിശുവിലും അവിടുന്ന് കരുണ ചൊരിഞ്ഞു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.